ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. അക്കി റൊട്ടിയും ടൊമാറ്റോ ചമ്മന്തിയും. വളരെ ടേസ്റ്റാണ്, അതോടൊപ്പം തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അക്കി റൊട്ടിയുടെ കൂട്ടത്തിൽ നമുക്ക് ടൊമാറ്റോ ചമ്മന്തി കൂട്ടാം. അതോടൊപ്പം തന്നെ എല്ലാ നോൺ വെജിറ്റേറിയനും നമ്മൾക്ക് ഈ റൊട്ടിയുടെ കൂട്ടത്തിൽ നമ്മൾക്ക് കഴിക്കുവാൻ പറ്റും. ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ചട്നിയാണ്. ടൊമാറ്റോ കൊണ്ടുള്ളൊരു ചട്നിയാണ് അക്കി റൊട്ടിക്ക് കൂട്ടത്തിൽ കൂട്ടുവാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾക്ക് കഴിക്കുവാനായിട്ട് വളരെ ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ റൊട്ടി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് 250 ml കപ്പിന് ഒരു 1.25 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ജീരകം, ചെറിയ ജീരകം ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച്, ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം മുഴുവൻ വെള്ളം കൂടി ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ നമുക്ക് അതൊന്ന് കുഴച്ച് എല്ലാം കൂടി ചേർത്ത് ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ, വെള്ളം കൂടിപ്പോയാൽ നമുക്ക് നമ്മളുടെ അക്കി റൊട്ടി ശരിയാവത്തില്ല. അപ്പോൾ അതിൻ്റെ പാകത്തിന് വെള്ളം വേണം. അപ്പോൾ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചാൽ കുഴപ്പമില്ലല്ലോ, കൂടിപ്പോയാലല്ലേ അത് നമ്മൾക്ക് ശരിയാവാത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ പലതവണ ഉണ്ടാക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. നമുക്ക് എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു ദിവസം നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് പരത്താവുന്ന വിധത്തിൽ നമ്മൾ ഇലയിൽ പരത്തിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ പരത്താവുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. രീതിയിൽ ഒരു സ്വല്പം വെള്ളം കൂടി വേണം. ഞാനത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചെടുത്തു. ഒരു 1.25 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഒഴിച്ച് ഉരുട്ടി വയ്ക്കാം. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. വാഴയിലയിലേക്ക് നമുക്ക് കുറച്ച്
എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും, വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ്. നമ്മൾ ബ്രഷ് ചെയ്ത് ഇലയിലേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് മാവ്, നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് നമുക്ക് ആ ഇലയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒത്തിരി കനം കറഞ്ഞു പോകരുത്, അതുപോലെ കൂടുതൽ കനവും ഉണ്ടാകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾക്ക് വിരൽ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ 4 ഹോള് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ റൊട്ടി നന്നായിട്ട് വേകുവാനും അതുപോലെ മൊരിയുവാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കുന്നത്. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അത് ചുട്ടെടുക്കാനായിട്ട് അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. കുറച്ചത് ബ്രഷ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇലയിൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവെടുത്തിട്ട് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ആയാലും അവിടെ ഇരിക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെച്ചാൽ അത് സോഫ്റ്റ് ഉണ്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഇല അങ്ങ് പൊക്കി മാറ്റണം. തീ കൂട്ടി തന്നെ വയ്ക്കണം, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. തീ കുറഞ്ഞു പോയാൽ നമ്മളുടെ റൊട്ടി ഹാർഡായി പോവും. തീ കൂട്ടി വെച്ചാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് പതുക്കെ അടിഭാഗവുമൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മുകളിലും കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നമ്മൾക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അതൊന്ന് മൊരിച്ചെടുക്കണം. ഉണ്ടോ. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ അക്കി റൊട്ടി കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരണം കുറച്ചൊക്കെ. അപ്പം നമ്മളുടെ റൊട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും നമ്മളുടെ ഗ്യാസിൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ച് ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമ്മൾക്കിതുപോലെ ഒരു ഇലയെടുത്ത് നമുക്കിതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ പൊടി എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടി കയ്യിലെടുത്തിട്ട് ഇലയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി കട്ടിയാവരുത്, അതുപോലെ ഒത്തിരി കനം കുറഞ്ഞും പോകരുത്. ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഈ അളവ് കൊണ്ട് ഞാൻ 6 റൊട്ടി ഉണ്ടാക്കി. ഞാൻ എടുത്ത പൊടി കൊണ്ട് 6 അക്കി റൊട്ടി ഞാൻ ഉണ്ടാക്കി. റൗണ്ട് ഷേപ്പിൽ ഇത് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആവി മുകളിലേക്ക് വന്ന് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോളിട്ട് കൊടുക്കുന്നത്. വീണ്ടും നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ മാവ് നമ്മൾക്ക് ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് അമർത്തിയിട്ട് കൊടുക്കാം.
2-3 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾക്ക് ആ ഇല അങ്ങ് പൊക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇല മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അക്കി റൊട്ടി എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് കൂട്ടാനായിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ, ടൊമാറ്റോ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പാനിലേക്ക്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേ നമ്മൾക്ക് അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി, ചെറുതായത് കാരണമാണ് ഞാൻ 10 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 6 വെളുത്തുള്ളി മതി. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഒത്തിരി മുരിയൊന്നും വേണ്ട, നമ്മൾക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിന് ശേഷം ഒരു സവോളയുടെ പകുതി, ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുള്ളൂ, വലിയ സവോളയുടെ പകുതി ചെറുതായിട്ടൊന്നും അരിയണ്ട, ഇതുപോലെയൊക്കെ അരിഞ്ഞിട്ടാൽ മതി. ഇട്ടിട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇതൊക്കെ. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പില അതും കൂടി ഇട്ടു. ഒരു 2 വേപ്പില അതും കൂടി ഇട്ടു. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. എല്ലാത്തിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. കൂടുതൽ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മളുടെ മല്ലിയിലയുടെയൊക്കെ. അതിന് ശേഷം ഞാനൊരു തക്കാളി, ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. തക്കാളിയൊക്കെ ഒന്ന് വാടി അതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി ഇട്ട് കൊടുത്തു. നമ്മൾക്കൊരു തക്കാളി ഇട്ടാലും നമ്മൾക്കൊരു തക്കാളിക്ക് ചട്നിക്ക് ഇച്ചിരി പുളി വേണമല്ലോ, തക്കാളിയുടെ പുളി പോരാതെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാളംപുളിയും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് അതിലിട്ട് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തു. അതിന് ശേഷം അതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടി ഇട്ട് ഇളക്കി ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുവോളം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി അത് ആറിക്കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് ആറി, ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഞാൻ ഒരു നുള്ള് കായപ്പൊടി ഇടാൻ മറന്നുപോയി, അത് കായപ്പൊടിയും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാമെന്ന്. അതിനുശേഷം ആ സോസ് പാൻ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി രണ്ടാമത് പിന്നെയും വെച്ചു അടുപ്പയിലേക്ക്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണത്.
ഒരു ടീസ്പൂൺ കടുക്, എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്നിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമ്മുടെ ചട്നി തിളച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി, അക്കി റൊട്ടി റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഓക്കേ.